വല്ലഭനെ പാടുമേ ഞാൻ, അവൻ നല്ലവനെ വാഴ്ത്തുമേ ഞാൻ, അവൻ വല്ലഭനെ. ഒന്നുകൂടെ ശബ്ദമുയർത്തി പാടാമോ? ശബ്ദമുയർത്തി പാടുമേ ഞാൻ, അവൻ നല്ലവനെ വാഴ്ത്തുമേ ഞാൻ, അവൻ വല്ലഭനെ. നീയേ എൻ നീതിയും ദൈവം, നീയേ എന്റെ രക്ഷയും ദൈവം, നീയേ എന്നെ കാണുന്ന ദൈവം, നീയേ എന്നെ കാക്കുന്ന ദൈവം. നീയേ എൻ നീതിയും ദൈവം, നീയേ എന്റെ രക്ഷയും ദൈവം, നീയെ എന്നെ കാണുന്ന ദൈവം, നീ എന്നെ കാക്കുന്ന ദൈവം. ഒന്നുകൂടെ പാടാമോ? 1 2 3 4. നീയേ എൻ നീതിയും ദൈവം, നീയേ എന്റെ രക്ഷയും ദൈവം, നീയേ എന്നെ കാണുന്ന ദൈവം, നീയേ എന്നെ കാക്കുന്ന ദൈവം. പാടുമേ ഞാൻ, ശബ്ദമുയർത്തി അവൻ നല്ലവനെ വാഴ്ത്തുമേ ഞാൻ, അവൻ വല്ലഭനെ. ഒന്നുകൂടെ ശബ്ദമുയർത്തി പാടുമേ ഞാൻ, അവൻ നല്ലവനെ വാഴ്ത്തുമേ ഞാൻ, അവൻ വല്ലഭനെ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ട് പുറകിൽ ഇരിക്കുന്നവർക്ക് സഹോദരിമാർക്ക് വേണമെങ്കിൽ മുമ്പിലോട്ട് കുറച്ചും കൂടെ മുമ്പിലോട്ട് കയറിയിരിക്കാം. സഹോദരന്മാർക്കും ഫ്രണ്ടിൽ സ്ഥലമുണ്ട്. നമ്മൾ ആത്മാവിൽ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാനായിട്ട് പോവുകയാണ്. ഈ ഉച്ച കഴിഞ്ഞ സെക്ഷനേക്കാൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പരിശുദ്ധാത്മാവ് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വളരെ സന്തോഷമുള്ളവരായി പുറകിലിരിക്കുന്ന സഹോദരന്മാർ കുറച്ചും കൂടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, ഫ്രണ്ടിലോട്ട് കയറി നിന്നാട്ടെ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഒന്നുകൂടെ ശബ്ദമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കേ, കരങ്ങളെ അടിച്ച് ഹല്ലേലൂയ.
നയിക്കുവാൻ യോഗ്യൻ വിടുവിപ്പാൻ ശക്തൻ ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ പരിപാലിച്ചിടും ഭയമെല്ലാം നീക്കും സമാധാനമേകും യേശു നയിക്കുവാൻ യോഗ്യൻ വിടുവിപ്പാൻ ശക്തൻ ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ പരിപാലിച്ചിടും ഭയമെല്ലാം നീക്കും സമാധാനമേകും യേശു പരിപാലിച്ചിടും ഭയമെല്ലാം നീക്കും സമാധാനമേകും യേശു നയിക്കുവാൻ യോഗ്യൻ വിടുവിപ്പാൻ ശക്തൻ ആരിലും ശ്രേഷ്ഠൻ യേശു പരിപാലിച്ചിടും ഭയമെല്ലാം നീക്കും സമാധാനമേകും യേശു പോയിടാ തൻ വചനങ്ങൾ പാലിക്കാ പോയിടാ തൻ വചനങ്ങൾ പാലിക്കാ കത്തൻ വരവിലും കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം കത്തൻ വരവിലും കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം ഒന്നുകൂടെ ചേർന്ന് പാടാമോ നയിക്കുവാൻ യോഗ്യൻ വിടുവിപ്പാൻ ശക്തൻ ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ പരിപാലിച്ചിടും സമാധാനമേകും യേശു നയിക്കുവാൻ യോഗ്യൻ വിടുവിപ്പാൻ ശക്തൻ ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ പരിപാലിച്ചിടും ഭയമെല്ലാം നീക്കും സമാധാനമേകുമെന്നേശു തൻ പിൻപേ പോയിടാ തൻ വചനങ്ങൾ പാലിക്കാം തൻ പിൻപേ പോയിടാ തൻ വചനങ്ങൾ പാലിക്കാം കത്തൻ വരവിൽ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം കത്തൻ വരവിൽ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം കരങ്ങളെ അടിച്ച് ഒരുമിച്ച് സന്തോഷത്തോടെ കരങ്ങളെ നന്നായി അടിച്ച് ഹല്ലേലൂയ നയിക്കുവാൻ യോഗ്യൻ വിടുവിപ്പാൻ ശക്തൻ ആരിലും ശ്രേഷ്ഠൻ യേശു പരിപാലിച്ചിടും ഭയമെല്ലാം നീക്കും സമാധാനമേകുമെന്നേശു നയിക്കുവാൻ യോഗ്യൻ വിടുവിപ്പാൻ ശക്തൻ ആരിലും ശ്രേഷ്ഠൻ യേശു പരിപാലിച്ചിടും ഭയമെല്ലാം നീക്കും സമാധാനമേകുമെന്നേശു തൻ പോയിടാ തൻ വചനങ്ങൾ പാലിക്കാം തൻ പോയിടാ തൻ വചനങ്ങൾ പാലിക്കാം കത്തൻ വരവിലും കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം കത്തൻ വരവിലും കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം പർവ്വതത്തിൽ കൂടെ താഴ്വരയോ കൂടെ കൈവിടുവിൽ ഈശൻ നമ്മെ ഒന്നുമേ പർവ്വതത്തിൽ കൂടെ താഴ്വരയോ കൂടെ കൈവിടുവിൽ ഈശൻ നമ്മെ ഒന്നുമേ കയ്യിൽ വഹിച്ചീടും പർവ്വതീടും സ്വർഗ സന്തോഷം തരും നല്ല സഖിയ കയ്യിൽ വഹിച്ചീടും പർവ്വതീടും സ്വർഗ സന്തോഷം തരും നല്ല സഖിയ തൻ
വിശുദ്ധി ജീവിക്കാം. ആയിരം ആയിരം നാവുകളാൽ അത് വന്നിപ്പതിന് ആയിരം ആയിരം നാവുകളാൽ അത് വന്നിപ്പതിന് പതിനായിരത്തിങ്കൽ സാധ്യമഹോ അംശം ചൊല്ലിടുവാൻ സാധ്യമഹോ എന്റെ വിഷയമേ ദൈവത്തിന്റെ വേഗം എത്ര മനോഹരമേ. എന്റെ വിഷയമേ ദൈവത്തിന്റെ വേഗം എത്ര മനോഹരമേ. ജീവിതത്തിൽ പല വീഴ്ചകളും വിട്ടുമൊന്നും വിശേഷിക്കാതെ ജീവിതത്തിൽ പല വീഴ്ചകളും വിട്ടുമൊന്നും വിശേഷിക്കാതെ എന്നെ പാലിച്ചിടും അതിശയമേ. എന്നെ സ്നേഹിച്ചു പാലിച്ചിടും അതിശയമേ. അതിശയമേ ദൈവത്തിന്റെ സ്നേഹം എത്ര മനോഹരമേ. അതിശയമേ ദൈവത്തിന്റെ സ്നേഹം എത്ര മനോഹരമേ. യേശു तेरा सबसे ऊंचा है. യേശു तेरा सबसे ऊंचा है. യേശു तेरा सबसे ऊंचा. യേശു तेरा सबसे യേശു तेरा सबसे ऊंचा. യേശു तेरा सबसे ऊंचा है. യേശു तेरा सबसे യേശു तेरा सबसे ऊंचा है. യേശു तेरा सबसे ऊंचा है. Hallelujah. Thank you, Jesus. Thank you, Jesus. ഒരു നിമിഷം എല്ലാവരും കണ്ണുകൾ ദൈവസ്ഥലടച്ച് ഹൃദയങ്ങൾ ദൈവസ്ഥലേക്ക് ആഗ്രഹമാക്കിയാൽ എല്ലാവരും കണ്ണുകൾ അടച്ച്. താങ്ക് യു ജീസസ്. ഈ പകലിൽ പരിശുദ്ധാത്മാവാണ് നമ്മെ ഇതിന്റെ നടുവിൽ കൊണ്ടുവന്നത്. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം, ദൈവത്തിന്റെ മഹത്വം ഈ യോഗത്തിന്റെ നടുവിലുള്ളതുകൊണ്ട് കണ്ണുകളെ അടച്ചാൽ എല്ലാവരും കണ്ണുകളെ അടച്ച് ഹൃദയം ദൈവസ്ഥലേക്ക് ആഗ്രഹമാക്കി. ജീസസ്. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകയില്ല. എന്റെ ദൈവം നിനക്കു മാത്രം, എന്നെ തരുന്നില്ല. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകയില്ല. എന്റെ ദൈവം നിനക്കു മാത്രം, എന്നെ തരുന്നില്ല. എല്ലാവരും ചേർന്ന് ജീവൻ തന്ന സ്നേഹമേ നഷ്ടമായി പോയെന്നെ ഇഷ്ടനാക്കി ജീവൻ സ്നേഹമേ നഷ്ടമായി നഷ്ടമായി
ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് എത്ര പേര് ദൈവത്തോട് പറയും, യേശുവേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഒരു സുവിശേഷകന്റെ മകനായി, ഒരു പാസ്റ്ററുടെ മകനായി ഞാൻ ജീവിച്ചു. ഒത്തിരി തിക്താനുഭവങ്ങൾ എനിക്കുണ്ടായി. ഒത്തിരി വേദനജനകമായ അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയി. പക്ഷെ അവിടെയെല്ലാം ഞങ്ങളെ താങ്ങിയ ദൈവത്തിന്റെ സ്നേഹം ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഇന്ന് പകലിൽ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളും, ജീവിതത്തിന്റെ എല്ലാ മണിക്കൂറുകളും കർത്താവേ അങ്ങേ മാത്രം സ്നേഹിപ്പാൻ, അങ്ങേ മാത്രം സേവിപ്പാൻ ഈ പകലിൽ അടിയങ്ങളെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എത്ര പേര് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തോട് പറയും, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ആ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ട്, രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാ സഹോദരന്മാരും, എല്ലാ സഹോദരിമാരും, എല്ലാ ദൈവദാസന്മാരും സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തോട് പറഞ്ഞാട്ട്, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. എന്റെ സ്നേഹം നീനക്കു മാത്രം. ശബ്ദം വേറെ ആരും തവനില്ല. എന്റെ നീനക്കു മാത്രം എന്നെ തരുന്നീരാ. എന്റെ സ്നേഹം
സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാൽ എല്ലാവർക്കും അവിടെ ഇരിക്കാവുന്നതാണ്. ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് സന്തോഷമുള്ളവരെല്ലാവരും കരങ്ങൾ ഉയർത്തുകയെ, സന്തോഷമുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തുകയെ, ഉറക്കി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആ ചോറ് കഴിച്ചതിന്റെ ഒന്നും ഒരു ശക്തി കാണുന്നില്ല. ഒന്നുകൂടെ ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാനും 2 ഐസ്ക്രീം കഴിച്ചു, അതിൻ്റെ ഉള്ള ക്ഷീണം എനിക്കുമുണ്ട്. ഉച്ചയായിട്ടുള്ള ഒരു സെഷൻ എന്ന് പറയുന്നത് ഒത്തിരി ലാഗിങ് സെഷനാണ്. എന്നിരുന്നാലും ഇവിടെ നമുക്ക് നല്ല മ്യൂസിക് സെഷനുണ്ട്. ഇതിനുശേഷം പാസ്റ്റർ പ്രേംജി അബനേസർ നമ്മുടെ നടുവിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹം രചിച്ച കുറച്ച് പാട്ടുകളിലൂടെ പാടുകയും ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘമാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ പേര് പറയുന്ന പ്രിയപ്പെട്ടവർ പെട്ടെന്ന് സമയം കളയാതെ മുൻപോട്ട് കടന്നു വന്ന് 1 മിനിറ്റിൽ കവിയാതെ ഈ സംഘടനയോടുള്ള ആശംസകൾ അറിയിക്കുന്നതായിരിക്കും. ഞാൻ ഈ പേര് പറയുന്ന ക്രമത്തിൽ പ്രിയപ്പെട്ടവർ മുൻപോട്ട് വരണമെന്ന് ഓർപ്പിക്കുന്നു. പാസ്റ്റർ സാം പെനച്ചയിൽ, പാസ്റ്റർ ജെയിംസ് എബ്രഹാം മാവലിക്കര, ഇവാഞ്ചലിസ്റ്റ് ഫിന്നി കാഞ്ഞങ്ങാട്, ബ്രദർ സജി എം വർഗീസ്. ഈ പേര് പറഞ്ഞ പ്രിയപ്പെട്ടവർ 1 മിനിറ്റിൽ കവിയാതെ ഈ സംഘടനയോടുള്ള ആശംസകൾ ഇപ്പോൾ അറിയിക്കുന്നതായിരിക്കും. ദയവേത് ആരും ക്ഷീണിച്ച് മടിച്ച് ഇവിടെ ഇരിക്കരുത്. ഉച്ചയായിട്ടുള്ള സെഷനാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് സെഷൻ. സന്തോഷമുണ്ടോ? ഒരു പാസ്റ്ററുടെ മകനായിരിക്കുന്നതിൽ അഭിമാനിക്കുന്ന എത്ര പേരുണ്ട്? ഒരു പാസ്റ്ററുടെ മകൻ അല്ലെങ്കിൽ ഒരു പാസ്റ്ററുടെ മകളായിരിക്കുന്നതിൽ അഭിമാനിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ ഒരു കാലത്ത് 6ലും 7ലും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്നത് എന്നെ കളിയാക്കുമായിരുന്നു. പാസ്റ്ററുടെ മകനെ, ഉപദേശിത മകനെ മുമ്പേ സാങ്കുടിച്ചാൻ പറഞ്ഞ പോലെ ഹല്ലേലൂയ പറയായിരുന്നു. എന്നെ കാണുന്നവനെ ഉറക്കെ കൈയടിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ അഭിമാനിക്കുന്നു, എൻ്റെ പിതാവ് ഒരു ദൈവത്തിന്റെ ശുശ്രൂഷകനായിരിക്കുന്നില്ല. ഹല്ലേലൂയ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ചർച്ചിലുള്ള ഞങ്ങളുടെ വിശ്വാസികൾക്ക്, പ്രായമുള്ള പ്രിയ മാതാപിതാക്കൾക്ക് നമ്മളോടുള്ള സ്നേഹം കാണുമ്പോൾ, നമ്മുടെ വിഷമിക്കുന്ന സന്ദർഭങ്ങളിൽ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ, അവർ നമുക്ക് വേണ്ടി കരുതുന്നത് കാണുമ്പോൾ, ഇത്ര ശ്രേഷ്ഠമേറിയ പദവിയെ ദൈവം നമുക്ക് ഒരുക്കുന്നത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘമാക്കുന്നില്ല. ഇപ്പോൾ ഈ പേര് പറയപ്പെട്ട പ്രിയപ്പെട്ടവർ 1 മിനിറ്റിൽ കവിയാതെ ആശംസകൾ ഓർപ്പിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. ഈ മീറ്റിംഗിൻ്റെ അധ്യക്ഷൻ ബ്രദർ ജസ്റ്റിൻ നെടുവേലിൽ, ഇമ്മാനുവൽ ജനറേഷൻ്റെ ഭാരവാഹികൾ, അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, അവരുടെ മക്കൾ, ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ വന്ദനം. ഞാനിവിടുന്ന് ഉച്ചയ്ക്കാണ് വന്നത്. ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു, കേരള മുഖ്യമന്ത്രിയുടെ മകനായി, ചാണ്ടിയുമ്മനായി ജനിക്കാതെ അനുഗ്രഹീതനായ ഒരു പാവപ്പെട്ട ദൈവദാസന്റെ മകനായി ജനിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അത് ഞാൻ സന്തോഷിക്കുന്നു. മുൻപ് ഇവിടെ പറഞ്ഞതുപോലെ പലർക്കും തിക്താനുഭവം ഉള്ളതുപോലെ IPCയിലെ ദീർഘവർഷങ്ങൾ ശുശ്രൂഷ ചെയ്തൊരു കർത്തൃദാസന്റെ മകനാണ് ഞാനും. കഴിഞ്ഞ വർഷം എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ചെറിയതും വലിയതുമായ സഭകളിലും പാഴ്സന ജീവിതത്തിലും നിങ്ങളെപ്പോലുള്ള അനുഭവങ്ങൾ എനിക്കുമുണ്ട്. എന്നാൽ ആ അനുഭവങ്ങളൊന്നും കർത്തൃവേലയ്ക്ക് ഇറങ്ങാൻ എനിക്കൊരു തടസ്സമായിരുന്നില്ല. എൻ്റെ പിതാവ് മറ്റുള്ള പാസ്റ്റർമാരെക്കാട്ടിൽ കൂടുതൽ അടിക്കുകയും വഴക്കു പറയുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. ഞാൻ വിചാരിക്കുന്നു അതൊക്കെ ചെയ്തുകൊണ്ട് അവർ കാണിച്ച അനുഗ്രഹീതമായ മാതൃക പിന്തുടരുവാൻ കർത്താവ് സഹായിച്ചു. അപ്രകാരം ജീവിപ്പാൻ ദൈവം ഭാഗ്യം തന്നു. ചെറിയ ജീവിത രീതികളിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതെല്ലാം ദൈവിക അനുഗ്രഹത്തിന് മുഖാന്തരമായി തീർന്നു എന്നുള്ളതിൽ അതിൽ സന്തോഷിക്കുന്നു. കർത്താവിനെല്ലാ മഹത്വവും അർപ്പിക്കുന്നു. ഇപ്രകാരം ഒരു സംഘടന അല്ലെങ്കിൽ കർത്താവിന്റെ ദാസന്മാരുടെ മക്കളുടെ കൂട്ടായ്മ തുടങ്ങിയപ്പോൾ പലരും ചോദിച്ചു, ഇനിയൊരു സംഘടനയുടെ ആവശ്യമുണ്ടോ എന്ന് കഴിഞ്ഞ ദിവസം കുമ്പനാട്ടൊക്കെ ചോദിക്കുന്നത് കേൾക്കാനിടയായി തീർന്നു. ഇത് സംഘടന ഈ ഇലക്ഷൻ ഭാഗമായിട്ട് മാറാനൊന്നുമല്ല. അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്നതും നൂറുകണക്കിന് ദൈവദാസന്മാർക്കുടെ കുടുംബങ്ങൾക്കും അതുപോലെ അസ്വസ്ഥമായി കഴിയുന്നവർക്കും ആശ്വാസം പകരുവാൻ കഴിയുമെന്നുള്ള 2 പക്ഷമില്ല. പാസ്റ്റർ VP ഫിലിപ്പിനോടുകൂടെ കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഒരു ടേം PYPയുടെ സംസ്ഥാന ചുമതലയിൽ സെക്രട്ടറിയായിട്ട് സേവനമനുഷ്ഠിപ്പാൻ ദൈവം അവസരമൊരുക്കി. അന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് നല്ലൊരു പ്രസിഡന്റിനെയും നല്ലൊരു സെക്രട്ടറിയാണ്, അതുപോലെ എക്സിക്യൂട്ടീവിനെയാണ് ലഭിച്ചിരിക്കുന്നത്. അവരുടെ തലച്ചോറുകൾ ഏറ്റവും വിശാലമായ കാഴ്ചപ്പാടുള്ളതാണ്. ഈ നേതൃത്വത്തിന്റെ കീഴിൽ മുൻപോട്ടുള്ള ഗമനങ്ങൾ, ഓരോ ചുവടുവെപ്പുകളും ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ക്രിസ്തുവിൽ ആശംസിച്ചുകൊണ്ട് ഇപ്രകാരം സമയമൊരുക്കി എല്ലാവർക്കും നന്ദി പ്രകാശിച്ചുകൊണ്ട് ഇമ്മാനുവൽ ജനറേഷൻ ദൈവം
നമ്മോട് കൂടെ നിന്നുള്ള ആ സന്തോഷത്തിന്റെ സാന്നിധ്യം ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് ശക്തമായി മുന്നേറുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കും. ദൈവത്തിന്റെ നാമത്തിലെ മഹത്വം. ഈ സെഷനിൽ അധ്യക്ഷൻ പ്രിയ ജസ്റ്റിൻ നെടുവേലിൽ, ഇമ്മാനുവൽ ജനറേഷന്റെ പ്രസിഡന്റ്, മറ്റ് എക്സിക്യൂട്ടീവ് ഭാരവാഹികൾ, ഇവിടെ സന്നിധിയിലായിരിക്കുന്ന ദൈവദാസിദാസന്മാർ, ഏവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യും വന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. ഞാൻ 16 വർഷം മുൻപ് മണക്കാലയിൽ ദൈവദിനം പഠിക്കുവാൻ കടന്നു ചെന്ന അവസരത്തിൽ ഞാൻ കടന്നു ചെന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം, 2ാമത്തെ ദിവസം, സീനിയേഴ്സായ ചില ദൈവദാസന്മാർ ഞങ്ങൾ താമസിച്ച റൂമിലേക്ക് കടന്നു വന്നു. കൂട്ടത്തിൽ ചർച്ച് ഓഫ് ഗോഡ് സഭയിൽപ്പെട്ട ഫിന്നിച്ചാൻ അദ്ദേഹം കടന്നു വന്നിട്ട് എന്നെ പരിചയപ്പെട്ട അവസരം ഞാൻ ദൈവദാസന്റെ മകനാണെന്ന് പറഞ്ഞ അവസരത്തിൽ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, PMAയിലേക്ക് സ്വാഗതം, പാസ്റ്റേഴ്സ് മക്കൾസ് അസോസിയേഷനിലേക്ക് സ്വാഗതം. മണക്കാലയിൽ അന്ന് അവിടെ പഠിക്കുന്നതിൽ പകുതി പേരും ദൈവദാസന്മാരുടെ മക്കളായിരുന്നു. എൻ്റെ ഉള്ളിൽ നാളുകളായുള്ള ഒരു ആഗ്രഹവുമായിരുന്നു ഇപ്രകാരമുള്ള കാര്യം. ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന IPC മാവേലിക്കര ഈസ്റ്റ് സെൻട്രലിൽപ്പെട്ട ദൈവദാസന്മാരുടെ മക്കളെ ഒരുമിച്ച് കൂട്ടി ഒരു ദിവസം കല്ലുമല്ല മാവേലിക്കര IM ഓഡിറ്റോറിയം വെച്ച് ഒരു പ്രത്യേക സമ്മേളനം നടത്തി. അന്ന് ആ സമ്മേളനത്തിൽ ക്ലാസ്സുകൾ എടുക്കുവാനും അനുഭവങ്ങൾ പങ്കുവെക്കുവാനും ഞങ്ങൾ ക്ഷണിച്ചത് പാസ്റ്റർ VP ഫിലിപ്പിനെയായിരുന്നു. അദ്ദേഹം തന്റെ അനുഭവങ്ങൾ അന്ന് പങ്കുവെച്ചത് ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഒരു ദൈവദാസന്റെ മകനായി വളർന്നു വന്നയാളാണ്. നല്ല യൗവനപ്രായത്തിൽ പിതാവ് ലോകപ്രകാരം ലഭിക്കാവുന്ന എല്ലാ ഭൗതിക നന്മകളും വേണ്ടെന്ന് വെച്ച് ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ നിന്ന് വീട് വിട്ടിറങ്ങേണ്ട സാഹചര്യമുണ്ടായി. എന്നാൽ ഇന്ന് പകൽ എനിക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയും, എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും നന്മ ഇന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പിതാവ് ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ചതിന്റെ മാന്യതയും അത് തലമുറയുടെ മേൽ നീതിയായി കിടക്കുന്ന ദൈവം. എൻ്റെ പിതാവ് ചില വർഷങ്ങൾക്ക് മുമ്പ് ദൈവശുശ്രൂഷ ചക്രധാനത്തിൽ വിശ്രമിക്കുന്നു. എന്നാൽ അതിന്റെ നന്മയാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നതെന്ന് എനിക്ക് ധൈര്യത്തോടെ പറയുവാൻ തൊക്കെ കഴിയും. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു, പരമാർത്ഥതയോടെ വിശ്വസത്തോടെ ദൈവത്തെ സേവിച്ചാൽ, എൻ്റെ പിതാവിന് പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട്, മക്കൾക്ക് വേണ്ടി ലക്ഷങ്ങൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ വലിയത് വിശ്വസത്തോടെ പരമാർത്ഥത്തോടെ ദൈവത്തെ സേവിച്ചാൽ തലമുറയെ മാനിക്കുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമെന്ന് പറഞ്ഞ് നിന്ന് ഓർക്കുന്നു. അത് ഞാൻ അനുഭവത്തിൽ നിന്ന് വിളിച്ച് എനിക്ക് പറയുവാൻ കഴിയും. പക്ഷെ ദുഃഖകരമായ ഒരു വസ്തുവിടെ ഓർപ്പിച്ച് ഞാൻ നിർത്തട്ടെ. ഒരു ദൈവദാസൻ ചില നാൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം, നിങ്ങൾ ചെറിയ പ്രായമെന്ന് അറിയാവുന്ന ഒരു ദൈവദാസൻ പറഞ്ഞ കാര്യം, അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ഇപ്പോൾ 23 വയസ്സ് 24 വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹം ചില വർഷങ്ങൾ മുമ്പ് പറഞ്ഞ ഒരു വാക്ക് എന്നെ വളരെ വേദനിപ്പിച്ച പദം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഒരിക്കലും ഈ നിന്ന ചോറുണ്ണുവാൻ എൻ്റെ മക്കളെ ഞാൻ വിടത്തില്ല. ചില മാസങ്ങൾ 1.5 മാസം മുമ്പ് വിദേശ രാജ്യത്ത് ഒരു ഇന്ത്യൻ മെഡിക്കോസ് ദൈവസഭയിൽ ഒരു ദൈവദാസന്റെ ഭവനത്തിൽ എന്നെ ക്ഷണിച്ച അവസരത്തിൽ എന്നോടൊപ്പം മറ്റൊരു ദൈവദാസനെ കൂടി ഉച്ചഭക്ഷണം അവിടെ ക്ഷണിച്ചിരുന്നു. ആ എൻ്റെ ഒപ്പടൊപ്പം വന്ന ദൈവദാസന്റെ ഏക മകൻ, ആണും പെണ്ണുമായി ഉള്ള ഏക മകൻ എഞ്ചിനീയറിംഗിൽ 4ാം വർഷം പഠിക്കുന്നു. ഞങ്ങളെ ക്ഷണിച്ച ദൈവദാസന്റെ മകൻ എഞ്ചിനീയറിംഗിൽ 3ാം വർഷം പഠിക്കുന്നു. ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്ത് എന്നോടൊപ്പം ആ വീട്ടിൽ അതിഥിയായി വന്ന ആ ദൈവദാസൻ പ്രാർത്ഥിച്ച വാചകം ഇങ്ങനെയാണ്, ദൈവമേ, ഞങ്ങളുടെ മക്കൾക്ക് മാന്യമായി പഠിക്കുവാൻ നീ അവസരമൊരുക്കി, അവരുടെ പഠനം വിജയകരമായി പൂർത്തീകരിച്ച് അവർക്ക് നീ നല്ല ഉപജീവന നന്മകൾ നൽകണമേ. അവർക്ക് ലഭിക്കുന്ന നന്മകൾ കൊണ്ട് ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുവാൻ ഇടയാക്കണമേ. ഞങ്ങൾ ആരുടെയും മുമ്പിൽ കൈനീട്ടുവാൻ ഇടയാകാതെ ഞങ്ങളുടെ തലമുറയ്ക്ക് ലഭിക്കുന്ന നന്മകൾ കൊണ്ട് ഞങ്ങൾ ദൈവരാജ്യത്തിനു വേണ്ടി അധ്വാനിപ്പാൻ ഞങ്ങൾ ഇടയാക്കണമേ എന്ന് ആ ദൈവദാസൻ പ്രാർത്ഥിച്ച് കേട്ടപ്പോൾ എനിക്ക് ദുഃഖം തോന്നി. കാരണം 30 ദിവസം കഴിഞ്ഞ് ഞാൻ ആ രാജ്യത്ത് തിരിച്ചു പോരുന്നു. എന്നാൽ അദ്ദേഹം 2 മാസം വിസ പുതുക്കി വീണ്ടും 1 മാസം കൂടെ നിന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീട് വീടാന്തരം പ്രവചിക്കാൻ കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു വാചകം എന്റെ മനസ്സിൽ നിന്ന്, നിങ്ങൾ അതിയെപ്പറ്റാണ് ചിന്തിക്കരുത്, അവിടെ നിന്നുകൊണ്ട് അവസരത്തിൽ എന്റെ മനസ്സിൽ വന്ന വാചകം, ഈ മോനെ എഞ്ചിനീയറിംഗിൽ പഠിപ്പിക്കുന്നത് എന്റെ മനസ്സിൽ വന്ന വാചകം അതുപോലെ ഞാൻ പറയാം. വീട്ടിലെ കാച്ചിന് വിട്ട് കാശൊന്നുമല്ല ദൈവമക്കൾ ദൈവനാമത്തിൽ കൊടുത്ത പണം വാങ്ങിച്ച മോനെ എഞ്ചിനീയർ പഠിപ്പിക്കുന്നത്. ആ പണം വാങ്ങിച്ച് പഠിപ്പിക്കുന്നയാൾ ദൈവനാമത്തിൽ വല്ലതും കിട്ടുവാൻ വേണ്ടി വിദേശത്ത് വിസിറ്റിംഗ് ചെയ്യുന്നയാൾ അവിടെ ഒന്നുകൂടി പ്രാർത്ഥിക്കുന്നു, എന്റെ മകൻ ഉപജന നന്മ നൽകി അത് വാങ്ങിച്ച് സുവിശേഷ വേല ചെയ്യുവാൻ ഇടയാകുന്നു. ഞാൻ അന്ന് ചിന്തിച്ചു, ഇത് മാന്യമായ കാര്യം അല്ല എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും ആ ദൈവദാസൻ അങ്ങനെ ചിന്തിക്കുവാനിടയായത്. അത് മാന്യമായ കാര്യം അല്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ സുവിശേഷ വേല നിർത്തിയിട്ട് അദ്ദേഹം വേറെ പണി നോക്കുന്നത് നല്ലതെന്ന് എന്റെ മനസ്സിൽ തോന്നുവാനിടയായി. ഇന്ന് പകൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ചു. തീർച്ചയായിട്ടും കർത്താവിന്റെ വരെ താമസത്തിൽ നമ്മുടെ തലമുറയും അപ്രകാരം നമ്മുടെ പാതയെ പിൻപറ്റി ദൈവത്തെ സേവിപ്പാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇപ്രകാരം രൂപീകൃതമായ ഇമ്മാനുവൽ ജനറേഷൻസിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും.
ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന എൻ്റെ അടുത്ത സ്നേഹിതനായിരിക്കുന്ന പ്രിയ ജസ്റ്റിൻ നെടുവേലിൽ, ഈ സംഘടനയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന അഭിഷിക്ത ദേവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വടക്കേ മലബാറിലെ പാസ്റ്റേഴ്സിൻ്റെ ഒരു മക്കളുടെ പ്രതിനിധി എന്ന നിലയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ പിതാവ് ഏകദേശം 35 വർഷങ്ങൾക്ക് മുൻപ് മലബാറിൽ കാസർഗോഡ് ജില്ലയിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ സുവിശേഷം അറിയാത്ത അനേക സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അവിടെയാണ് ജനിച്ചു വളർന്നത്. അങ്ങനെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ആ സമയത്തൊക്കെയും ഞാൻ ആദ്യമായി പഠിക്കാൻ പോകുന്ന സമയത്തും ഞാൻ ജോയിൻ ചെയ്ത സ്കൂളിൽ ഞാനും എൻ്റെ സഹോദരിയും മാത്രമേ ക്രിസ്ത്യാനിയായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ബന്ധക്കോസ് വിശ്വാസികളല്ല, ക്രിസ്ത്യാനികളായിട്ട് ഞാനും എൻ്റെ സഹോദരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അവിടെ യുവജന സംഘടനയുടെ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ക്യാമ്പുകളോ അല്ലെങ്കിൽ കൺവെൻഷനുകളോ അതുപോലുള്ള യാതൊരു കാര്യങ്ങളും എൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് പങ്കെടുക്കുവാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു ദേവദാസന്റെ മകനായി ജനിച്ചതുകൊണ്ട് ഇപ്രകാരമായി തീർന്ന അവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും ദൈവവചനത്തെക്കാൾ ഉപരി മറ്റു പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുവാനുള്ള സാഹചര്യങ്ങളൊക്കെയും ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്തും എൻ്റെ പിതാവും മാതാവും എൻ്റെ കട്ടിലിൻ്റെ അടുക്കൽ വന്നിരുന്ന് കണ്ണീരോടുകൂടെ കരഞ്ഞ് ആ കണ്ണുനീർ ദേഹത്ത് വീണ് പല സമയത്തും ഞാൻ ഞെട്ടി ഉണരുന്ന അവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, നമ്മുടെ മാതാപിതാക്കൾ പിന്തുടർന്ന അല്ലെങ്കിൽ അവർ കണ്ടെത്തിയ ഈ സത്യത്തിന് വേണ്ടി അവർ നിന്നതുകൊണ്ട് ഇന്ന് തലമുറകളൊക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ഇപ്രകാരം ഈ ഒരു സംഘടന ദേവദാസന്മാരുടെ മക്കൾക്ക് വേണ്ടി ഇവിടെ ആരംഭിക്കുമ്പോൾ അത് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, പലപ്പോഴും പ്രയാസങ്ങളും ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് പങ്കുവെക്കുവാനും അതിൻ്റെ ആശ്വാസം കണ്ടെത്തുവാനും പലപ്പോഴും വഴികളില്ലാതെ പലപ്പോഴും നീറുന്ന അനേക ദേവദാസന്മാരുടെ മക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്രകാരം ഈ ഒരു അവസരം നമുക്ക് അപ്രകാരം നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ അനുഗ്രഹങ്ങളും നമുക്ക് മറ്റുള്ളവർ തുറന്നു പറയുവാനും അനുഗ്രഹീതമായ ഒരു ജീവിതം, അഭിമാനകരമായ അന്തസ്സുള്ള ഒരു ജീവിതം സമൂഹത്തിൽ കാഴ്ചവെക്കുവാനും ഒരു ദേവദാസന്റെ മകനായി അല്ലെങ്കിൽ മകളായി ജനിച്ചതുകൊണ്ട് നമുക്ക് കഴിയുന്നു എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്രകാരം ഈ ഒരു സംഘടന വളർന്ന് പന്തലിച്ച് ഈ തിരുവിതാംകൂറിൽ മാത്രമല്ല വടക്കേ മലബാറുകളിൽ അനേക ദേവദാസന്മാരുടെ മക്കൾ ഏകരായി 30-35 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് അവിടെ സഭകളൊക്കെയും ഉള്ളത്. ആ പ്രദേശങ്ങളിലൊക്കെയും പരസ്പരം കണ്ടുമുട്ടുവാൻ പോലും കഴിയാത്ത അവസ്ഥകൾ പലപ്പോഴും ഉള്ളപ്പോൾ തന്നെ ഇതുപോലുള്ള സംഘടനകൾ അത്തരം കാര്യങ്ങൾ വടക്കേ മലബാറിലും ഇത്തരം പ്രവർത്തനങ്ങൾ വ്യാപിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ എല്ലാ ഭാരവാഹികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എന്റെ എല്ലാ ആശംസകളും ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ എൻ്റെ സുഹൃത്ത് ജസ്റ്റിൻ, സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. 50 പേരുള്ള ഒരു സഭയിൽ നമുക്ക് 2 കണ്ണുള്ളെങ്കിലും 100 കണ്ണുകളാണ് നമ്മളെ വീക്ഷിക്കുന്നത്. വിശ്വാസ ലോകത്തിൽ അല്പം പ്രതീക്ഷകൾക്കൊത്തുയർന്നില്ലെങ്കിൽ അവിടെ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ദേവാലയത്തോടൊക്കെ അടുത്തിരിക്കുന്നവർ ദൈവവുമായി അകന്നിരിക്കുമെന്ന്. അപ്പം നമ്മുടെ പ്രതീക്ഷകളൊത്ത് നമ്മൾ ഉയർന്നില്ലെങ്കിൽ, വിശ്വാസഗോളത്തിലെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നില്ലെങ്കിൽ നമ്മളെ വീക്ഷിക്കുന്നൊരു വല്ലാത്തൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കും ജീവിക്കണ്ടേ? അല്ലെ നമുക്കും ഭാരങ്ങളില്ലേ, പ്രയാസങ്ങളില്ലേ? അതൊന്നുമല്ല നമ്മുടെ മുമ്പിലുള്ള വിശ്വാസ ലോകത്തിൻ്റെ കണ്ണ്. ഈ സംഭവത്തിൽ, ഈ സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്കും വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ട്. ഈ സമയത്ത് നാം ഒരു കാര്യം വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പിതാവിനാണ് ദൈവം ദർശനം കൊടുത്തത്. പിതാവിനെ ദൈവം വിളിച്ചതുകൊണ്ട് സുശേഷയിലേക്ക് ഇറങ്ങി കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്നു. ശുശ്രൂഷ പരാജയപ്പെടുത്തണമെങ്കിൽ ആദ്യം നമ്മളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ പരാജയപ്പെട്ടാൽ പിതാവിൻ്റെ ശുശ്രൂഷ തകർന്നിരിക്കും. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ എത്രമാത്രം ശ്രദ്ധിച്ചു വേണം ഈ വിശ്വാസ ലോകത്ത് ജീവിക്കാൻ. വളരെയധികം പ്രാർത്ഥന വേണ്ടിയ ഒരു സമൂഹമാണ് പാസ്റ്റർമാരുടെ മക്കൾ.
നമ്മൾ പരാജയപ്പെട്ടാൽ നമ്മുടെ പിതാവിൻ്റെ ശുശ്രൂഷയ്ക്ക് മങ്ങലേക്കും ശുശ്രൂഷ പരാജയപ്പെടും. അതുകൊണ്ട് വളരെയധികം പ്രാർത്ഥനയോടെ നമ്മുടെ വിശ്വാസ ജീവിതം വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. അതാണ് നമുക്ക് അത്യാവശ്യമായി. അവിടെ നമുക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാവും. കഷ്ടതയും പ്രയാസവും ദുഃഖവും ദുരിതങ്ങളും ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും എല്ലാം ഉണ്ടാകുമ്പോൾ നാം ഒരു കാര്യം മറന്നു പോകരുത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശ്വാസ സമൂഹം ഉള്ളതുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 50 കുടുംബമുള്ള ഒരു സഭയിലാണ് നമ്മുടെ പിതാവ് ശുശ്രൂഷിക്കുക എന്ന് വിചാരിക്കുക. നിങ്ങളൊരു ചെറിയ കണക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം 100 കുടുംബ പ്രാർത്ഥനയിലാണ് നമ്മുടെ കാര്യം ഓർക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രാവിലത്തെ വിശ്വാസകോളത്തിലെ വിശ്വാസ മക്കളുടെ കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥന 50 കുടുംബത്തിലെയും പ്രാർത്ഥനയിൽ ഒരു വാചകം ഉണ്ടാകും. അതെന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പാസ്റ്ററേയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്നുള്ളത്. വൈകിട്ടും ഉണ്ടാകും ഈ പ്രാർത്ഥന. അപ്പോൾ ഒരു ദിവസം 100 കുടുംബത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് നമുക്കുണ്ടായിട്ടിരിക്കുന്നത്. അതുമാത്രമല്ലല്ലോ, ഇനി ഒരു കോട്ടേജ് മീറ്റിംഗ് 5 പ്രാർത്ഥനയിലും കാണും. എങ്ങനെ ഇറങ്ങി തിരിഞ്ഞാലും ഒരു 4 പ്രാർത്ഥനയ്ക്കെങ്ങാനും നമ്മളെ ഉൾപ്പെടുത്തിയിരിക്കും. പാസ്റ്ററേയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥന. പിന്നെ ഉപവാസ പ്രാർത്ഥനയുടെ കാര്യം പറയണ്ട. അങ്ങനെ വിശ്വാസഗോളത്തിലെ പ്രാർത്ഥനയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങിയവരാണ് നമ്മൾ ഓരോരുത്തരും. ജീവിതത്തിലെ കഷ്ടങ്ങളല്ല, ദുഃഖങ്ങളല്ല, കൈപ്പേറിയ അനുഭവമല്ല നമുക്ക് മുമ്പിൽ നിൽക്കേണ്ടത്. നമ്മുടെ മുമ്പിൽ നിൽക്കേണ്ടത് വിശ്വാസഗോളത്തിലെ ദൈവം മക്കളുടെ പ്രാർത്ഥനയാണെന്നുള്ള ചിന്ത നമ്മളെ എപ്പോഴും ഭരിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഗ്രഹങ്ങളോ നന്മയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയാണെന്ന് നാം മറന്നു പോകരുത്. അതുകൊണ്ട് ഒരു സൈഡിൽ കൂടെ നമ്മൾ വേദനകൾ അനുഭവിക്കുമ്പോൾ തന്നെ മറു സൈഡിൽ കൂടെ വിശ്വാസ മക്കളുടെ പ്രാർത്ഥന ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിച്ചവരാണെന്നുള്ള ചിന്ത നമ്മളെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് നാം വളരെയധികം ശ്രദ്ധിച്ചേണ്ടിരിക്കേണ്ട കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പരാജയപ്പെട്ടാൽ, നമ്മളെ ശത്രു വീഴ്ത്താൻ ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ പിതാവിൻ്റെ ശുശ്രൂഷയെ ബാധിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ നാം പ്രാർത്ഥന ഏറ്റുവാങ്ങുന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാം എപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിപ്പാൻ സഹായിക്കണം. 1985 തോന്നുന്നു, കുമ്പനാട്ട് ഹെബ്രോനിൽ വെച്ച് ഒരു 3 ദിവസത്തെ ശുശ്രൂഷകരുടെ മക്കൾക്ക് വേണ്ടി ഒരു സമ്മേളനം നടത്തിയ ഓർമ്മയിലുണ്ട്. പക്ഷേ അന്ന് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. തുറന്നൊക്കെ ആ മീറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എങ്കിലും വളരെ വൈകിയാണെങ്കിലും ഒരു പെന്തിക്കോസ് സമൂഹത്തിന് മാത്രമല്ല, ഇവിടുത്തെ കേരളത്തിലെ എല്ലാ പെന്തിക്കോസ് സമൂഹങ്ങൾക്കും ഒത്തൊരുമിച്ച് അവിടെ നിന്ന് ഇങ്ങനൊരു പ്രസ്ഥാനം ഉണ്ടായതിൽ വളരെ സന്തോഷമുണ്ട്. അല്ല, നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാലും നമ്മളൊരു കൂട്ടരാണെന്നൊരു ബോധം നമ്മളെ ഭരിക്കുമല്ലോ. അതുകൊണ്ട് ഈ പ്രവർത്തനം വളരെ ശക്തമായി മുൻപോട്ട് പോകുവാൻ ഇതിൻ്റെ പ്രിയപ്പെട്ടവർക്ക് ദൈവം സംഗതിയാക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. എല്ലാ നല്ല ആശംസകൾക്കും നന്ദി പറയുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഈ AEMC എന്ന ഓർഗനൈസേഷൻ്റെ മെമ്പർഷിപ്പിനെ പറ്റി ഞാൻ 2 വാക്ക് ഓർപ്പിച്ചുകൊള്ളട്ടെ. ഇന്ന് മെമ്പർഷിപ്പ് എടുക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നമ്മുടെ പുറകിൽ രജിസ്ട്രേഷൻ കൗണ്ടറിൽ മെമ്പർഷിപ്പ് ഫോം അവൈലബിൾ ആണ്. അങ്ങനെയുള്ളവർ ഇന്ന് തന്നെ അത് പൂരിപ്പിച്ച് അതിൻ്റെ ഫീസ് അടച്ചിട്ട് പോകണമെന്ന് ഓർപ്പിക്കുന്നു. അല്ല എങ്കിൽ immanuelgeneration.org എന്ന വെബ്സൈറ്റിൽ നമ്മുടെ മെമ്പർഷിപ്പ് ഫോം ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് നമ്മുടെ അഡ്രസ്സിൽ അയച്ചു തന്നാൽ അങ്ങനെയും നിങ്ങൾക്ക് ഈ സംഘടനയുടെ ഒരു ഭാഗമാവാൻ പറ്റുന്നതാണ്. 2 ടൈപ്പ് മെമ്പർഷിപ്പാണ് ഇപ്പോഴുള്ളത്. ഒന്ന് 100 രൂപ കൊടുത്ത് ഇപ്പോൾ മെമ്പർഷിപ്പ് എടുക്കുവാണെങ്കിൽ ദാറ്റ്സ് ഫോർ 1 ഇയർ, 1 വർഷത്തേക്കുള്ള മെമ്പർഷിപ്പാണത്. അല്ല എങ്കിൽ ലൈഫ് ടൈം മെമ്പർഷിപ്പ് അവൈലബിൾ ആണ്. അതായത് 1000 രൂപ കൊടുത്ത് നിങ്ങളൊരു മെമ്പർഷിപ്പ് ചേരുവാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ആ മെമ്പർഷിപ്പ് പുതുക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരികയില്ല എന്ന് ഓർപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ന് കടന്നു വന്നിട്ടുള്ള എല്ലാവരും, അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹിതന്മാരായിട്ടുള്ള പാസ്റ്റർമാരുടെ മക്കളെ നിങ്ങൾ ഇതിനായിട്ട് പ്രോത്സാഹിപ്പിക്കണം എന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു. അടുത്തതായിട്ട് നമുക്കൊരു ചെറിയ കൗൺസിലിംഗ് സെഷനാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഈ കൗൺസിലിംഗ് സെക്ഷൻ എടുക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നത് ഡോക്ടർ ആനി ജോർജ് അവറുകളാണ്. പെന്തിക്കോസ്ത് സമൂഹത്തിൽ സുപരിചിതനായ ഡോക്ടർ TG കോശി സാറിന്റെ മകളാണ്. പ്രിയ ആന്റി ഓർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള കൗൺസിലിംഗ് സെഷൻ പ്രിയ ഡോക്ടർ ആനി ജോർജ് അവറുകൾ നയിക്കുന്നതാണ്. പ്രിയ ആന്റി മുൻപോട്ട് ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഒരുമിച്ച് കരങ്ങൾ തട്ടി പ്രിയ ഡോക്ടർ ആനി ജോർജ് അവറുകളെ സ്വാഗതം ചെയ്യാവുന്നതാണ്. ദൈവത്തിന് സ്തോത്രം.
ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ സംഘടനയുടെ ഭാരവാഹികളായ ദേവദാസന്മാർ, മറ്റെല്ലാ ദേവദാസന്മാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇന്ന് മാന്നാത്തൂടെ യാത്ര ചെയ്തത്. മാന്നാത്തൂടെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ പിതാവ് സുവിശേഷകനായി, ഒരു സഭാ ശുശ്രൂഷകനായി ആദ്യം കർത്താവ് ഉപയോഗിച്ച നാട മാന്നാറ്, ആലുംതുരുത്തി, വളഞ്ഞവട്ടം ഭാഗങ്ങൾ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചെരുപ്പില്ലാതെ നടന്ന് തിരുവല്ലായിന്ന് വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാതെ തിരുവല്ലായിന്ന് കുറുക്ക് കയറി വളഞ്ഞവട്ടം വരെ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രിയ PJ തോമാച്ചായൻ അപ്പച്ചന് സൈക്കിൾ മേടിക്കാൻ 150 രൂപ കൊടുത്തു. പലരോടും ചോദിച്ചു, ആ ഹോളിന് ഉത്തരം വെക്കാൻ ഓട് വാങ്ങിക്കാൻ പൈസ. സഹോദരങ്ങളൊക്കെ അന്ന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരുന്നെങ്കിലും സുവിശേഷത്തിൻ്റെ പേരിൽ ഭവനത്ത് നിന്ന് ഇറങ്ങേണ്ട മുഖാന്തരം അവരാരും അന്ന് സഹായിച്ചില്ല. ആ പൈസ കൊടുത്ത അന്ന് വളഞ്ഞവട്ടം ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ഉത്തരവും അതിൻ്റെ ഓടുമിട്ടത്. ആ ഓർമ്മകളോടുകൂടാണ് ഞാൻ ഇവിടെ വന്നത്. എന്നെ ഒരു പാസ്റ്റർ മോളാക്കിയ നമ്മളെയൊക്കെ പാസ്റ്റർ മക്കളെന്ന് വിളിക്കാൻ നമ്മളെ യോഗ്യരാക്കിയ നമ്മുടെ പിതാക്കന്മാരെയും നമ്മുടെ മാതാക്കളെ ഓർത്ത് നമുക്കൊരു നിമിഷം ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം. മുമ്പേ നമ്മൾ കേട്ടതുപോലെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന, വളരെ കഴിവുകളുള്ള, അതേസമയം ചിലപ്പോഴൊക്കെ വിമർശനങ്ങൾ, ചിലപ്പോഴല്ല പലപ്പോഴും വിമർശനങ്ങൾ കേൾക്കാറുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് നമ്മൾ. പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്, നീളമുള്ളവരുണ്ട്, നീളം കുറഞ്ഞവരുണ്ട്, കഴിവുള്ളവരുണ്ട്, കഴിവില്ലാത്തവരുണ്ട്, പഠിക്കാൻ ഒത്തിരി കഴിവുള്ളവരുണ്ട്, പഠിക്കാൻ അത്രയും കഴിവില്ലാത്തവരുണ്ട്, പല രീതിയിലുണ്ട് നമ്മൾ. എങ്കിലും ചർച്ചിൽ വന്ന നമ്മളെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും, അവരെ നമ്മളും ശ്രദ്ധിക്കും. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാൻ, നമ്മളെ സഹായിക്കാൻ ഇപ്രകാരം ഒരു സംഘടന കേരളത്തിലുള്ളവിടത്തോട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് കേരളത്തിൽ മാത്രമല്ല, പ്രിയപ്പെട്ട വിന്നി പറഞ്ഞതുപോലെ വടക്കേ കേരളത്തിലോട്ട് മാത്രമല്ല, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലോട്ടും ഇത് പറക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇപ്രകാരമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉള്ള സംഘടനകളുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നമ്മളെ വിളിക്കാറുള്ളത് PK എന്നാ, പാസ്റ്റേഴ്സ് കിഡ്സ്, PK എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള നമ്മളെപ്പോലുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വളരെ പഠനങ്ങൾ ആവശ്യമാണ്. ബഹുമാനപ്പെട്ട ഡോക്ടർ ഐസക് വി മാത്യു സാർ MTH പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പഠനം പാസ്റ്റേഴ്സ് കുട്ടികളെ പറ്റി ചെയ്തിട്ടുണ്ട്. സെമിനാരിയിൽ പഠിക്കുന്നവരോടൊക്കെ ഞാൻ അപേക്ഷിക്കുന്നു, ഞാൻ ഇനി സെമിനാരി പഠിക്കാൻ താല്പര്യമുള്ളവരോടല്ല, മറ്റു യൂണിവേഴ്സിറ്റിയിൽ ക്രിസ്ത്യൻ സ്റ്റഡീസ് പഠിക്കുന്നവരോടൊക്കെ ഞാൻ ആവശ്യപ്പെടുന്നു, ഗവേഷണം ശാസ്ത്രീയമായി തന്നെ നമ്മളെപ്പോലുള്ള കുട്ടികളുടെ മുതിർന്നവരുടെ വെല്ലുവിളികളും അവരുടെ ആവശ്യങ്ങളും പഠിക്കാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. 2012 ലാറ്റിൻ അമേരിക്കയിൽ 5 ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ ഒരു AGയിലെ ഒരു കർത്താവിൻ്റെ ദാസൻ 607 പെന്തിക്കോസ് പാസ്റ്റർമാരുടെ മക്കളുടെ ഇടയിൽ ഒരു പഠനം നടന്നു. അതെൻ്റെ ശ്രദ്ധയിൽപ്പെടാൻ ഇടയായി തീർന്നു. ആ പഠനത്തിൽ അദ്ദേഹം കണ്ടത് 5 പ്രത്യേകതകൾ മറ്റു സഭയിലെ കുഞ്ഞുങ്ങളെക്കാൾ ഉപരി നമുക്കുണ്ട്. ഈ പ്രത്യേകതകളോടൊപ്പം തന്നെ സന്തോഷമുള്ളതും ബുദ്ധിമുട്ടുള്ളതുമായ ചില അനുഭവങ്ങളും നമുക്കുണ്ട്. ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളും അനുഭവിക്കുന്ന പല കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. രാജ്യം വ്യത്യാസമാണെങ്കിലും സംസ്കാരം വ്യത്യാസമാണെങ്കിലും ഇതെല്ലാം ഒരേപോലൊക്കെ തന്നെയാണ്. ഞാൻ അതിനെപ്പറ്റി ഒന്ന് അല്പം ചിന്തിച്ചിട്ട് ഇത് നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ക്രിയാത്മകമായി കൈകാര്യം ചെയ്യാം, പ്രതികരിക്കാമെന്ന് നമുക്ക് ചിന്തിക്കാം. ആദ്യമായി നമ്മുടെ സവിശേഷത, നമ്മളൊരു സുവിശേഷകരുടെ മക്കളാണ്. സുവിശേഷകരുടെ മക്കളാകുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ പലരും വളരെ വേദപുസ്തകത്തിലും പ്രാർത്ഥന ജീവിതത്തിലും വളരെ മാതൃകയുള്ള ജീവിതവും നയിക്കുന്നവരാ. സഭയിൽ വളരെ സ്ഥാനങ്ങളുള്ളവരാ, മാനങ്ങളുള്ളവരാ, ഒരു ആത്മീയ നേതൃത്വം കൊടുക്കാൻ കഴിവുള്ളവരാ നമ്മുടെ മാതാപിതാക്കള്. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ മക്കളായി നമ്മൾ ജനിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നന്മയെന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ ആത്മീയത്തിൽ വളരെ ശ്രദ്ധിക്കും.
ബൈബിൾ വായിക്കുന്നതിൽ, പ്രാർത്ഥിക്കുന്നതിൽ, വചനം കാണാതെ പറയുന്നതിൽ, പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ പങ്കെടുക്കുന്നതിൽ, ഉപവാസം ഇരിക്കുന്നതിലൊക്കെ അവർ നമ്മളെ വളരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ശരിയോ തെറ്റോ? തീർച്ചയായിട്ടും ശരി. അതുകൊണ്ട് ഒരു ആത്മീയ പൈതൃകത്തിലാണ് സുവിശേഷകരുടെ മക്കളായ നമ്മൾ വളർന്നു വരുന്നത്. ഇത് നമ്മുടെ ഒരു മേൽത്തരമായ ഒരു അനുഭവമാണ്. അതേസമയം ഇതിനോടുകൂടിയുള്ള വരുന്ന ഒരു തിക്തമായ അനുഭവം മിക്കവാറും സഭ നമ്മളെ നിയന്ത്രിക്കും. ഒരുമിച്ച് ആഹാരം കഴിക്കാൻ ഇരിക്കുമ്പോഴായിരിക്കും ഒരു ഫോൺ കോൾ, പെട്ടെന്ന് പപ്പായ്ക്ക് പോയേ പറ്റത്തുള്ളൂ. ധാരാളം സമയങ്ങൾ നമ്മൾ സഭയുടെ ചുറ്റും, പ്രാർത്ഥനാ കൂട്ടങ്ങളുടെ ചുറ്റും ഇങ്ങനെ സമയങ്ങൾ ചെലവഴിക്കാറുണ്ട്. ഒരു പക്ഷേ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിരിക്കാം, എൻ്റെ പപ്പ ഭയങ്കര ബിസിയാ. ചർച്ച കൊണ്ടാണോ ബിസി, ദൈവമാണോ എൻ്റെ പപ്പായെ ബിസിയാക്കിയെന്ന് പലപ്പോഴും നമുക്കറിയാൻ ചാൻസ് ഇല്ല. ഒരു ദിവസം ഒരു 3-4 വർഷം മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ഒരു കോൺഫറൻസിന് പോയപ്പം എൻ്റെ മോള് അവിടെ പരിചയപ്പെട്ട ഒരു സഹോദരിയോട് പറഞ്ഞു, ഡാഡി മമ്മി ഭയങ്കര ബിസിയാ. ശരിയാ. സുവിശേഷകന്റെ മക്കളായി ജനിച്ചത് കൊണ്ട്, നമ്മുടെ മാതാപിതാക്കൾ വളരെ ബിസി ആയതുകൊണ്ട് അതൊക്കെ നമ്മളെ ഒരുപക്ഷെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അനുഭവങ്ങളാണ്. അടുത്തതായി അദ്ദേഹം കണ്ടത്, നമ്മൾ പലപ്പോഴും ലോക്കൽ ചർച്ചിൽ വളരെ നമ്മളെ ശ്രദ്ധിക്കുന്നവരാണ്. മുമ്പേ പലരും പറഞ്ഞല്ലോ, പല കണ്ണുകൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. അതൊരു മറ്റു കുഞ്ഞുങ്ങളെക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്, മാതാപിതാക്കൾ വളരെ ആദരിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ളത് കൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ വളരെ ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഇതുകൊണ്ടുള്ള നന്മ എന്താന്ന് ചോദിച്ചാൽ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മളെ സ്നേഹിക്കാൻ, നമ്മളെ കരുതാൻ ഒരു കൂട്ടം വിശ്വാസികൾ എപ്പോഴും ഉണ്ട്. പാസ്റ്റർമാമയ്ക്ക് വയ്യാതായാൽ കരുതാൻ ധാരാളം ആൾക്കാരുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ജോലിക്കൊരാവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠനത്തിനൊരാവശ്യമുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാൻ ധാരാളം വിശ്വാസികളുണ്ട്. നമ്മളെ ശ്രദ്ധിക്കപ്പെടുന്നെങ്കിലും നമുക്കുള്ള അനുഭവം, നന്മയുള്ള അനുഭവം അതാണ്. അതേസമയം ഇതുകൊണ്ടുള്ള തിക്തമായ അനുഭവം നമ്മളെ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിക്കുന്ന ഒത്തിരി പേരുണ്ട്. നമ്മളെ സൂക്ഷിച്ച് ശ്രദ്ധിക്കുമ്പം നമ്മൾ ഓർക്കും, എപ്പോഴും അവരെന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ഡ്രസ്സ് ഇടുന്നു, ഏത് ഡ്രസ്സ് ഇടാതിരിക്കുന്നു, എങ്ങനെ മുടി ചെയ്യുന്നു, എങ്ങനെ മുടി ചെയ്യാതിരിക്കുന്നു, എങ്ങനെ നടക്കുന്നു, മുമ്പിലാണോ ഫ്രണ്ടിലെ സീറ്റിലാണോ ഇരിക്കുന്നത്, പുറകിലെ സീറ്റിലാണോ ഇരിക്കുന്നത്, ഇങ്ങനെ വളരെ ശ്രദ്ധിക്കുന്ന കുറേ പേരുള്ളപ്പം നമ്മൾ ഓർക്കും, നമ്മളെ വിമർശിക്കുന്ന കുറേ പേരും ഉണ്ടല്ലോ. അത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അനുഭവങ്ങളാണ്. നമ്മളെ വിമർശിക്കുന്ന കുറേ പേര്. അതിന് കാരണം നമ്മളെ പലരും ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ്. മൂന്നാമതായി അദ്ദേഹം കണ്ടുപിടിച്ച ലോക്കൽ ചർച്ച് മാത്രമല്ല, സഭയായി ഒരു ഡിനോമിനേഷനായി നോക്കുമ്പം നമുക്ക് പാസ്റ്റർമാരുടെ മക്കളായി ജനിച്ചത് കൊണ്ട് നമുക്ക് പല ബന്ധങ്ങളുണ്ട്, വിശിഷ്ടമായ ബന്ധങ്ങളുണ്ട്, വിശേഷമായ ബന്ധങ്ങൾ. ഒരു പക്ഷേ ഡിസ്ട്രിക്ട് പാസ്റ്റർ നമ്മുടെ പേര് കൊണ്ടറിയായിരിക്കാം, അല്ലെ സെൻട്രൽ പാസ്റ്റർക്ക് നമ്മളെ പേര് കൊണ്ടായിരിക്കാം, നമുക്ക് വേണ്ടി അവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ ചില വിശിഷ്ടമായ ബന്ധങ്ങൾ നമുക്കുണ്ട്. ഇതുകൊണ്ടുള്ള നന്മ എന്ന് ചോദിച്ചാൽ, നമുക്കൊരാവശ്യം വരുമ്പം നമുക്ക് വേണ്ടി കരുതാൻ നമ്മുടെ ലോക്കൽ ചർച്ച് മാത്രമല്ല, ഒരു വൈഡർ ചർച്ച് ബോഡി നമുക്കുണ്ട്. എന്നാൽ ഇതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ, നമ്മളെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കും, നിന്റെ പപ്പായെ പോലെ പാസ്താവാനാണോ ആഗ്രഹം? ആണോ? നീ എന്താ നിന്റെ പപ്പായെ പോലെ പാസ്താവാത്തെ? നിന്റെ അമ്മയെ പോലെ അത്ര മിടിക്കുകയല്ലോ നീ. അത് ചോദിക്കുമ്പം നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നേക്കാം. അങ്ങനെ മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ ഒത്തിരി നമ്മൾ കാണുമ്പം ഒരുപക്ഷെ നമ്മളിൽ വളരെ പ്രതീക്ഷകളുണ്ട്. സെൽഫ് എക്സ്പെക്ടേഷൻ ഒത്തിരി കൂടിയെന്ന് വരാം. ശരിയാണോ? സെൽഫ് എക്സ്പെക്ടേഷൻ ഒത്തിരി കൂടുമ്പം ഒരു പക്ഷേ നമ്മളല്ലാത്ത ചിലരൊക്കെ ആകാൻ നാം ശ്രമിക്കും. അല്ലെങ്കിൽ നമ്മൾ മറുതലിപ്പിലോട്ട് പോകും. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. അങ്ങനെ ആകുമ്പം പ്രത്യേകിച്ച് ടീനേജേഴ്സിൽ വ്യക്തിത്വ വളർച്ചയിൽ വളരെ ശ്രദ്ധ പഠിക്കേണ്ട സമയത്ത് ആവശ്യത്തിൽ അപ്പുറമായ പ്രതീക്ഷകൾ മറ്റുള്ളവർ നമ്മളിൽ ചെലുത്തുന്നത് കണ്ട് നമ്മളിൽ ചിലതൊക്കെ വലിയ പ്രതീക്ഷകൾ ചെലുത്തുമ്പോൾ വ്യക്തിത്വ വികസനത്തെ അത് മോശമായി ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് മൂന്നാമത്തെ നമ്മുടെ സവിശേഷതകൾ. വലിയൊരു സഭയിലെ പല ആൾക്കാരുമായിട്ട് ബന്ധത്തിലുള്ള അവസരമുണ്ട്. നാലാമത് ഇദ്ദേഹം കണ്ടുപിടിച്ചത്, ചർച്ചിലെ പല ഇൻസൈഡർ ഇൻഫർമേഷനും നമുക്കറിയാം. ചർച്ചിലെ ചില ഇൻസൈഡർ ഇൻഫർമേഷനും നമുക്കറിയാം.
നമ്മൾ പാസ്റ്റർമാരുടെ മക്കളായിരിക്കുമ്പോൾ ഒരു പക്ഷേ പപ്പായും മമ്മിയും നമ്മളോട് പറയാൻ താല്പര്യമില്ലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും വന്ന് പറയുന്നതും കേട്ട് പല കാര്യങ്ങൾ ചർച്ചിലെ മറ്റു കുട്ടികൾ അറിയുന്നതിന് മുമ്പ് നമ്മൾ അറിയാം. ചില നല്ല കാര്യങ്ങളും അറിയാം. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ. എങ്കിലും ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പം വിശ്വാസികളാണെങ്കിലും നമ്മളിലൊക്കെ പാപങ്ങളും സ്വാർത്ഥതകളും ഉള്ളതുകൊണ്ട് അപ്രകാരമുള്ള ചില ന്യൂസുകൾ നമ്മൾ കേൾക്കുമ്പം നമുക്കത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ ത്യജിക്കപ്പെട്ടവരായിട്ട് വേദനയുള്ളവരായിട്ട് മാറാറുണ്ട്. ചർച്ചിലെ നിരാശപ്പെടുത്തുന്ന സംസാരങ്ങൾ, പ്രത്യേകിച്ച് മാതാപിതാക്കളെ വിമർശിക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ വരുമ്പം ഞായറാഴ്ചയാകുമ്പം അതെല്ലാം മറന്ന് ഒരു സന്തോഷമുള്ള മുഖംമൂടി ഇട്ടുകൊണ്ട് നമ്മൾ ചർച്ചിൽ പോകാനായിട്ട് ശ്രമിക്കും. അത് ചില ഇൻസൈഡർ ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നത് കൊണ്ടാണ്. അഞ്ചാമതായിട്ട് പ്രവർത്തനത്തിന് ഒരു തുറന്ന വാതിൽ മറ്റു കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് നമുക്കുണ്ട്, കൂടുതലായി ഉണ്ട്. ഇതിനുള്ള ഒരു മേന്മ എന്ന് പറഞ്ഞാൽ സുവിശേഷകരായി സഭയിൽ നേതൃത്വം കൊടുക്കുന്ന മാതാപിതാക്കളോടൊപ്പം നമ്മൾ താമസിക്കുന്നത് കൊണ്ട് നേതൃനിരയിലേക്ക് കടന്നു വരാനുള്ള പല കഴിവുകളും അവരുടെ കൂടെ താമസിക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതം നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കുന്നത് കൊണ്ട് നാം ചെറുപ്പത്തിലേ പഠിച്ചെടുക്കും. അത് നമ്മുടെ ഒരു മേന്മയാണ്. പലരും പ്രിയ കർത്താദാസന്മാരെ പോലുള്ളവർ മറ്റ് യൗവനക്കാർക്ക് ഒരു മാതൃകയായി ദൈവം ഉപയോഗിക്കുന്നത് തന്നെ അതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമാണ്. സ്തോത്രം. എന്നാൽ ഇതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രീമച്യൂറായിട്ട് ഇമോഷണൽ മച്യൂരിറ്റി വരുന്നതിന് മുമ്പേ മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്ക് അനുയോജ്യമായി നാം പലപ്പോഴും ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. അതൊരു പക്ഷേ നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ സഭയ്ക്കും വളരെ ദുഃഖമുള്ള അനുഭവങ്ങളിലേക്ക് നയിച്ചെന്ന് വരാം. ഇതാണ് ഇദ്ദേഹം കണ്ടുപിടിച്ച സുവിശേഷകരുടെ മക്കളുടെ സവിശേഷതകളും അതിനോടൊപ്പമുള്ള മേത്തരമായ നന്മയുള്ള അനുഭവങ്ങളും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അനുഭവങ്ങളും. ഞാൻ നമ്മുടെ ചില സാഹചര്യങ്ങളിലേക്ക് ചിന്തിച്ചപ്പം എനിക്ക് മനസ്സിലായി, കൂടെയുള്ള ട്രാൻസ്ഫർ ദീർഘമായ ഒരു സൗഹൃദം, അത് അത് നെയ്ബർഹുഡിലായിക്കൊള്ളട്ടെ, ചർച്ചിലായിക്കൊള്ളട്ടെ, സ്കൂളിലായിക്കൊള്ളട്ടെ, നിലനിർത്താൻ പാസ്റ്റർമാരുടെ മക്കൾക്ക് ബുദ്ധിമുട്ടാണ്. പലപ്പോഴും അതൊക്കെ നമ്മുടെ മാനസിക വളർച്ചയെ ബാധിക്കും. അടുത്തതായി ഞാൻ ശ്രദ്ധിച്ചത് കൂടെ സ്കൂൾ മാറുമ്പം കുഞ്ഞുങ്ങൾക്ക് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ ഒരു പക്ഷേ ഇപ്പം ബുദ്ധിമുട്ടുണ്ടെന്ന് വരും. ഒരു പ്രാവശ്യം നല്ല സ്കൂളിൽ, ഒരു പ്രാവശ്യം അത്രയും നല്ലതല്ലാത്ത സ്കൂളിൽ, അല്ലെ പ്രതീക്ഷ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പഠനത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കാനായിട്ട് സാധ്യത. ഇതൊക്കെ നമ്മുടെ പ്രത്യേക കൊച്ചു കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ ഒരു പക്ഷേ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം. അടുത്തതായിട്ട് സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകൾ. ഒരു സഭയിൽ ഒരു പക്ഷേ സാമ്പത്തികം കുഴപ്പമില്ലായിരിക്കാം, അടുത്ത ട്രാൻസ്ഫർ കിട്ടി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പുതിയ പ്രവർത്തനമായിരിക്കാം കർത്താവിന് ദാസിയും കൂടെ ഏർപ്പെടുന്നത്. അങ്ങനെ ആകുമ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, പിന്നെ ജീവിത സാഹചര്യങ്ങൾ. ഒരു ചർച്ചിൽ പാഴ്സണേജ് വലുതായിരിക്കാം, അടുത്ത ചർച്ചിൽ ഒരു പക്ഷേ പാഴ്സണേജ് പണിയുന്നേ ഉള്ളായിരിക്കാം. അങ്ങനെ ആകുമ്പോൾ അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ ചില വൈകാരികമായ മാനസികമായ വെല്ലുവിളിയിലേക്ക് നമ്മളെ നടത്തിയെന്ന് വരാം. സ്തോത്രം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ ഇത് അഭിമുഖീകരിക്കാൻ പറ്റും? ദൈവദാസന്മാരുടെ മക്കളായ 3 ദൈവദാസന്മാരെ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് മുമ്പേ ആശംസ പറഞ്ഞത്. അത് കാണുമ്പോൾ നമുക്കറിയാം ദൈവദാസന്മാരുടെ മക്കള് ആ ദേവദാസന്മാരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസവും അറിഞ്ഞിട്ടും കർത്താവ് അവരെ വിളിച്ചെന്ന് മനസ്സിലാക്കി അതിന് സ്വയം കൊടുത്ത്
സമർപ്പണത്തോടെ ഇറങ്ങിയെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പ്രശ്നങ്ങളെല്ലാം അഭിമുഖീകരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കും എന്നതിന് തെളിവാണ് എനിക്ക് മുമ്പേ സംസാരിച്ചതും ഇവിടെ ഇരിക്കുന്ന അനേക കർത്താവിന്റെ ദാസിമാരുടെയും ജീവിതം.